ബഹ്റൈനിലെ ഒരു പാർക്കിൻ്റെ പേര് ടെൻഷൻ പാർക്ക് എന്നാണ്. പേര് കേട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ടെൻഷൻ ഒഴിവാക്കാനാണ് പലരും ഈ പാർക്കിലേക്ക് എത്താറ്. ഷെഫി ഷാജഹാൻ ആ പാർക്കിലെ വിശേഷങ്ങൾ പങ്കുവെക്കും. കണ്ടിട്ട് വലിയ ടെൻഷൻ ഒന്നും തോന്നില്ല. ഒരു പക്ഷേ ടെൻഷൻ മാറാനുള്ള ഇടമായിരിക്കും ഇത്. എന്തു തന്നെയായാലും ഇതാണ് ബഹ്റൈനിലെ മനാമയിലെ ടെൻഷൻ പാർക്ക്. പേരിലൊരൽപ്പം ആശങ്കയുണ്ടെന്നതൊഴിച്ചാൽ ഇവിടം കൂളാണ്. നമ്മുടെ മനസ്സിൽ പതിഞ്ഞുപോയ അല്ലെങ്കിൽ ഭാവനകളിലുള്ള പാർക്കുകളുടെ അത്ര സൗകര്യങ്ങളോ അന്തരീക്ഷമോ ഒന്നും ഇവിടെ പ്രതീക്ഷിക്കരുത്. പക്ഷേ ഈ പാർക്ക് പലർക്കും ആശ്വാസമാണ്, അടുത്ത ദിവസത്തേക്കുള്ള പ്രതീക്ഷയാണ്. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ഇവിടെ എപ്പോഴും ഒരുപാട് മനുഷ്യരുണ്ടാകും. ബഹ്റൈനിലെ ദിവസ ജോലിക്കാരും സ്ഥിരമായി ജോലിയില്ലാത്ത തൊഴിലാളികളുമാണ് ഇവിടെ സമയം ചെലവഴിക്കുന്നവരിൽ ഏറിയ പങ്കും. അവർക്കിതൊരു വിശ്രമ കേന്ദ്രം എന്നതിനപ്പുറം തൊഴിൽദാതാക്കളുടെ നോട്ടമെത്തുന്ന ബഹ്റൈനിലെ പ്രധാനപ്പെട്ട ഇടമാണ്. ഏതു ജോലിയും ചെയ്യാൻ സന്നദ്ധരായ എണ്ണമറ്റ മനുഷ്യർ എപ്പോഴും ഈ പാർക്കിന് ചുറ്റുമായി ഉണ്ടാകും. ബഹ്റൈനിൽ ഈ ടെൻഷൻ പാർക്ക് എന്നറിയപ്പെടുന്ന ഒരു പാർക്കാണ് ഇത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ബഹ്റൈനിൽ വരുന്നത് ഏറ്റവും ജോലി അന്വേഷിച്ച് വരുന്ന ആൾക്കാരായിക്കോട്ടെ, എന്ത് വെച്ച് അന്വേഷിച്ച് വരുന്ന ആൾക്കാരും ഫസ്റ്റ് ഇവിടെ എത്തിപ്പെടുന്നെങ്കിൽ നമ്മളിവിടെ കൂട്ടമായിട്ട് ഇരുന്നിട്ട് സംസാരിക്കുന്നതും എല്ലാം ഏകദേശം കൂടുതലാണ് പണിക്കാർ. നമുക്കിപ്പോൾ ഇവിടെ എന്ത് പണി ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ഇവിടെ വന്നാൽ ബഹ്റൈനിൽ ഏത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ആദ്യം പറയാം നമ്മൾ ടെൻഷൻ പാർക്കില്ല, അതിൻ്റെ അടുത്ത് പോയാൽ മതി, അവിടെ നമുക്ക് ആളെ കിട്ടും. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ പാകിസ്ഥാനി ആയിക്കോട്ടെ, ബംഗ്ലാദേശ് ആയിക്കോട്ടെ, മലയാളീസ് ആയിക്കോട്ടെ, നമുക്ക് എന്ത് വർക്ക് വേണമെങ്കിൽ ഒരു പ്രത്യേക ഏരിയ ഇവിടുന്ന് ഇപ്പോൾ ടൈം ഒരു നൈറ്റ് അതിനായി ഇപ്പോൾ ഇവിടെ ആൾക്കാരാണ് ഈ ഏരിയ കംപ്ലീറ്റ് ആൾക്കാർ. ഒരു സമയത്ത് നമുക്ക് 12 മണിക്ക് വന്നാലും നമുക്ക് ഇവിടെ ആളുണ്ടാവും, 1 മണിക്ക് വന്നാലും ഇവിടെ ആളുണ്ടാവും. ഈ ഏകദേശം ആൾക്കാർ ഇരുന്ന് കഥ പറഞ്ഞ ഒരു നാട്ടിലൊരു ഫീലാണ്. നമ്മളെ ഇരുന്ന് കഥ പറഞ്ഞ ഈ ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ഇവിടെ നമുക്ക് ഈ ടെൻഷൻ പറയുമ്പോൾ ടെൻഷൻ തന്നെ ഇല്ലാണ്ടാവും ഇവിടെ നിന്ന്. അതാ സംഭവം. ടെൻഷൻ പാർക്കിന് ചുറ്റുമായി ബാച്ചിലേഴ്സ് താമസിക്കുന്ന നിരവധി ഫ്ളാറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒഴിവു ദിനങ്ങളിലും വൈകുന്നേരങ്ങളിലുമെല്ലാം പ്രവാസി തൊഴിലാളികൾക്ക് സൊറ പറഞ്ഞിരിക്കാനുള്ള ഇടം കൂടിയാണ് ടെൻഷൻ പാർക്ക്. താമസം മാറുമ്പോൾ വീട്ടു സാധനങ്ങൾ മാറ്റുന്നത് മുതൽ ടൈൽ പാകാനും പെയിന്റിംഗ് ചെയ്യാനും വരെ എന്തിനും റെഡിയായ തൊഴിലാളികൾ ഇവിടെയുണ്ട്. നിർമ്മാണ ജോലികൾ ചെയ്യുന്ന കമ്പനികൾ മുതൽ ചെറിയ കരാറുകാർ വരെ തൊഴിലാളികളെ അന്വേഷിച്ച് ടെൻഷൻ പാർക്കിൽ എത്താറുണ്ട്. ഫ്ലെക്സി വിസക്കാരാണ് കൂടുതലും. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യക്കാരാണ് ടെൻഷൻ പാർക്കിനെ ആശ്രയിക്കുന്നവരിൽ ഏറിയ പങ്കും. ജോലി അന്വേഷിച്ചെത്തുന്നവരിൽ നോർത്തിൽ നിന്നുള്ള ഇന്ത്യക്കാരും കുറവല്ല. ലേബേഴ്സിന്റെ ഏരിയ ആണ്. ലേബേഴ്സ് വെച്ച് കഴിഞ്ഞാല് മലയാളീസും ഉണ്ട്, പിന്നെ ബംഗ്ലാദേശ് പാകിസ്ഥാനികളും ഉണ്ട്. പിന്നെ അവരൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ കമ്പനിയിൽ വർക്ക് ചെയ്യണവര്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡെയിലി നമ്മളെ എന്താ പറയാ കമ്പനിയില്ലാതെ പുറത്ത് വർക്കിന് പോകാം. ചില ആൾക്കാർക്ക് ആഴ്ചയിൽ 4 വർക്ക് 3 വർക്കൊക്കെ ഉണ്ടാവില്ല, കുറവാണ്. വെച്ച് കഴിഞ്ഞാല് കുറെ വിസയില്ലാത്ത ആൾക്കാരുണ്ട്. വിസയില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ റൂമില്ലാണ്ട് പാർക്കിലൊക്കെ കുറവ്. അങ്ങനെയാണ് ഇവിടെ ഒരു ടെൻഷൻ പാർക്ക് എന്നുള്ള പേര് വരാനുള്ള കാരണം. ബഹ്റൈനിലെ സൽമാനിയ ഷെയ്ഖ് ഹമദ് അവന്യൂവിലെ ലുലു റോഡിനടുത്ത സിഗ്നലിന് സമീപമാണ് ടെൻഷൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ദിവസവേതനം അടിസ്ഥാനമാക്കിയാണ് ടെൻഷൻ പാർക്കിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റുകളെല്ലാം എന്നതിനാൽ ആ അർത്ഥത്തിലും തൊഴിലാളികൾക്ക് ഇതൊരു ടെൻഷൻ ഫ്രീ സ്പേസ് ആണ്. നഗരത്തിന്റെ തിരക്കിനിടയിലും ചുറ്റും മരങ്ങളാൽ നിറഞ്ഞൊരു തുറസായ ഇടം, ആരുടെയൊക്കെയോ ജീവിതത്തിലെ ആശങ്കകൾക്ക് വിരാമമിട്ട സ്ഥലം. ഒരുപാട് മനുഷ്യരുടെ ജോലി എന്ന പ്രതീക്ഷയ്ക്ക് വിലാസമായതുകൊണ്ട് തന്നെ പോസിറ്റീവായി ആരോ വിളിച്ചതാകാം ടെൻഷൻ മാറ്റുന്ന പാർക്ക് അഥവാ ടെൻഷൻ പാർക്ക് എന്ന്. ഈ ആഴ്ചയിലെ വീക്കെൻഡ് അറേബ്യ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച കണ്ടുമുട്ടാം.